ഹായ് ഫ്രണ്ട്സ്, ടൈലേഴ്സ്.കോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പില്ലോ കവർ തയ്ക്കാൻ പഠിച്ചു അല്ലേ? എല്ലാവരും വീട്ടിൽ തയ്ച്ച് നോക്കി കാണുമല്ലോ. ഇനി അടുത്തത് ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു തോർത്തൊക്കെ വക്കുരുട്ടാറായിട്ടുണ്ട്. ഇനി നമുക്കൊരു തോർത്തിൻ്റെ വക്കുരുട്ടുക, അല്ലെങ്കിൽ ഒരു മുണ്ടിൻ്റെ വക്കുരുട്ടുക, അല്ലെങ്കിൽ ഒരു സാരിയുടെ വക്കുരുട്ടുക, അത് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ലാച്ചിയോ ഒരു പാവാടയോ എന്തെങ്കിലും കൊണ്ടുവന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇറക്കം കുറച്ച് വണ്ണവും കുറച്ച് അത് പാകമാക്കി കൊടുക്കാനായിട്ടും കൂടെ പഠിക്കുക. ഇതിനകത്ത് നമുക്കൊരു മുണ്ടിൻ്റെ വക്ക് ഉരുട്ടണത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഈ പുതിയ മുണ്ട് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളതിൻ്റെ സൈഡിൽ നീണ്ടിരിക്കുന്ന തുണി എല്ലാം കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് നമ്മുടെ കൈ നല്ലോണം ഒന്ന് നനച്ച് കൊടുത്തിട്ട് ഇത് ഇതിങ്ങനെ ഉരുട്ടണം. ഇങ്ങനെ ഉരുട്ടി ഇതിലേക്ക് വെച്ച് തയ്ക്കണം. എന്നാലേ ഇനിയിപ്പോൾ ഓരോരുത്തർ ആരെങ്കിലുമൊക്കെ നമുക്ക് കൊണ്ടുവന്ന് തരുമല്ലോ, തോർത്തോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് തരുമ്പോൾ നിങ്ങൾക്ക് അത് വാങ്ങിച്ച് തയ്ച്ച് കൊടുക്കാം. എന്നിട്ട് 50 രൂപ താഴെയായിട്ട് നിങ്ങളുടെ കരയിൽ എത്ര രൂപ തയ്ക്കൂലിന്ന് വെച്ചിട്ട് അതനുസരിച്ച് നിങ്ങൾക്ക് പൈസ വാങ്ങാം. അപ്പോൾ ഇനി തോർത്തിൻ്റെ വക്കാച്ച ഒരു 20 രൂപ എന്നാണേലും വാങ്ങാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ ഇനി തൊട്ട് നിങ്ങൾ തോർത്തിൻ്റെ വക്കടിക്കുക, ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അത്രയൊക്കെ ആയി. കണ്ട ഇങ്ങനെ നല്ലോണം ഉരുട്ടി ഇത് കണ്ട ഈ കുറച്ച് കൈ ഒന്ന് നനച്ച് കൊടുത്തിട്ട് ഇങ്ങനെ നല്ലോണം ഉരുട്ടി കൈയുടെ ഇവിടെയൊക്കെ ഇച്ചിരി വേദന ഉണ്ടാവും, അതൊന്നും സാരമില്ല. പതുക്കെ ഉരുണ്ടില്ലെങ്കിൽ അന്നേരം നനച്ച് കൊടുക്കുക കൈ. ഇങ്ങനെ അടിക്കുമ്പോൾ ഇവിടെ കോച്ചി പോവും. അതാണ് ഇത് ഉരുട്ടി അടിക്കുന്നതിന് ഇച്ചിരി പൈസ കൂടുതലാണ് ഇതിൻ്റെ തയ്യൽ കൂലി. ഇനി ഇതുപോലെ തന്നെ ഇത് കണ്ട നന്നായിട്ട് ഉരുണ്ട് വന്നില്ലേ, ഇതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് നിങ്ങൾ അടിക്കണം. ഇപ്പം ഇതുപോലെ നമ്മൾ നല്ല നീറ്റായിട്ട് ഉരുട്ടി അടിച്ചു. ഇതുപോലെ അടിച്ചിട്ട് വീണ്ടും അടുത്തത് നമ്മൾ ഇപ്പുറത്തെ സൈഡും കൂടെ ഇതുപോലെ അടിക്കണം. ഇപ്പം ഇത് ചീത്തപ്പുറാണെങ്കിൽ ഇപ്പുറത്തോട്ട് തിരിച്ച് തന്നെ ഇതും തയ്ക്കണം. അടുത്ത് നമുക്ക് അടുത്ത അരിക് നിങ്ങൾ ഇതുപോലെ തയ്ച്ചോണം. അതിൽ കെട്ടിടണമല്ലോ, കെട്ടിടൂലോ അല്ലേ നിങ്ങൾ? സാരിയുടെ തുമ്പ്, മുണ്ടിൻ്റെ അരിക്, തോർത്തിൻ്റെ അരികൊക്കെ ലോക്ക് ചെയ്യുന്നതിന്
അടിക്കുന്നതിന് പകരം നമ്മൾ ഉരുട്ടി അടിക്കുക എന്ന് പറയുന്നത്. ഇതങ്ങനെ മാറ്റി വയ്ക്കുക. ഇതൊരു ലാച്ചയുടെ സ്കേർട്ടാണ്. ഇത് ആ സ്കേർട്ടിന് അത് വാങ്ങിച്ച ആൾക്ക് ഇതിൻ്റെ വണ്ണവും ഇറക്കവും കൂടുതലാണ്. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് വണ്ണവും ഇറക്കവും കൂട്ടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മളിത് ഇതിൻ്റെ പടി ആദ്യം കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇറക്കം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. നമ്മളൊരു 4 ഇഞ്ച് നീളത്തിൽ ആ കൊച്ചിന് 4 ഇഞ്ചോളം ഇതിന് കളയണം. 4-4.5 ഇഞ്ചോ കളയണം. അത് നമ്മളിത് കട്ട് ചെയ്ത് കളയാം. ഒരു 4.5 ഇഞ്ച് വീതിയിൽ അളവെടുത്ത് നമ്മൾ വരയ്ക്കുന്നു. കറക്റ്റ് അളവിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ. നമ്മൾ ഈ കത്രിക കൊണ്ട് കട്ട് ചെയ്യുന്നു. ഈ കത്രിക എടുത്തതിന് വെച്ചാൽ നല്ല കത്രിക എടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ട നിറച്ചും കല്ല. കത്രികയുടെ വായും മൂർച്ചയൊക്കെ പോകുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ കത്രിക എടുത്തത്. ഇനി നമ്മൾ ഇതിൻ്റെ ഈ ടക്കില്ലേ, ഈ ടക്ക് ഇവിടെ ഇട്ടിട്ടുണ്ട്. അത് കുറച്ച് 4 ഇഞ്ച് കുറയ്ക്കണം. ഇനി നമ്മളിതിങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വണ്ണം കുറയ്ക്കണം. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ വണ്ണം കുറയ്ക്കാൻ പറ്റില്ല. അപ്പം ഇവിടെ ഓരോ ടക്കുകളുണ്ട്. ആ ടക്കുകൾ ഉള്ളിൽ നിന്ന് പിടിച്ചിട്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കുക. അന്നേരം നമ്മൾ അതിൻ്റെ വണ്ണം കുറഞ്ഞോളും. അത് ഇടുന്നത് കാണിച്ചു തരാം. ഒരു 1/2 ഇഞ്ച് ടക്ക് ഇടുകയാണെങ്കിൽ രണ്ടും കൂടി ആകുമ്പോൾ 1 ഇഞ്ചാവും. 1/4 ഇഞ്ച് ഇടുകയാണെങ്കിൽ 1/2 ഇഞ്ചാവും. അപ്പോൾ കൂടുതലിടരുത്, കുറേശ്ശെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരു 1/4 ഇഞ്ച് വെച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, 1/4 ഇഞ്ച് എന്ന് പറയുമ്പോൾ അറിയാലോ, 1 കഴിഞ്ഞിട്ട് വരുന്ന ആ ചെറിയൊരു വര. ആ 1/4 ഇഞ്ചിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെ 1/4 ഇഞ്ച് തീരും. അങ്ങനെ ഒരു 4 ഇഞ്ച് നമുക്ക് കുറയ്ക്കണം. നമ്മൾ ഇതെല്ലാം ഇങ്ങനെ ടക്കിട്ട് കുറച്ചു. ഇനി ഈ ലൈനിങ് തുണി ഇതിൻ്റെ ഒപ്പം വെച്ച്
ആദ്യം ഒന്ന് തയ്ക്കുക. ലൈനിങ് തുണിയിൽ കൂടുതലുണ്ടെങ്കിൽ ഒരു ചുരുക്കിട്ട് അവിടെ അതിൻ്റെ കൂടെ അങ്ങ് വെച്ചാൽ മതി. ഇനി നമ്മൾ ഇത് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ നല്ല പുറവും ഇതിൻ്റെ ലൈനിങ്ങും കൂടെ കൂട്ടി അടിച്ചു. ഇനി നമ്മളിതിൻ്റെ പടി പിടിപ്പിക്കുക. നമ്മൾ നേരത്തെ അഴിച്ചു വെച്ചിരുന്ന പടി തന്നെ ഇതിനകത്തേക്ക് പിടിപ്പിക്കുക. അതാദ്യം അപ്പോൾ ഈ ചീത്ത പുറത്തുനിന്ന് ലൈനിങ് വെച്ചിരിക്കുന്ന ആ പുറത്തുനിന്ന് ഇതിൻ്റെ പടിയുടെ നല്ല പുറം വെച്ച് മൊത്തം തയ്ക്കുക. ശ്രദ്ധിച്ച് തയ്ക്കണം. അത് എന്നാന്ന് ചെന്നാൽ ഇതിനകത്ത് മുഴുവൻ കല്ലാണ്. ഇനി അതിൻ്റെ നല്ല പുറം വെച്ച് അടിക്കുക. ഒന്നും കൂടി നമ്മൾ അത് പതിച്ചെടുക്കും. നമ്മൾ എന്താ വിളിച്ചിട്ട് സൈഡ് അപ്പാപ്പ് വെട്ടി കളയുക കേട്ടോ. ഈ സൈഡ് തമ്മിൽ കറക്റ്റാണോ നോക്കുക. കറക്റ്റായിട്ട് വെച്ച് 4 ഇഞ്ച് താത്തി വെച്ചിട്ട് കെട്ടിട്ട് തയ്ക്കുക താഴോട്ടേക്ക്. തയ്ച്ച് തീർന്നു. ഇതിന് വള്ളി ഇട്ടാൽ മതി. ഇപ്പം നിങ്ങൾക്കിപ്പോൾ രണ്ട് കാര്യങ്ങൾ ചെയ്യാറായില്ലേ. നിങ്ങൾക്കത് ചെയ്ത് നിങ്ങൾക്ക് പൈസ വാങ്ങാം. ഉണ്ടോ ഇങ്ങനെ കണ്ടോ അടിച്ചു കൊടുത്തു. ഇപ്പോൾ ഇതിന് നമുക്ക് 100
100 രൂപയൊക്കെ വാങ്ങാം. ഇത് ഇങ്ങനെ ഒന്ന് അടിച്ച് ശരിയാക്കി കൊടുക്കണമെന്ന്. അപ്പോൾ തോർത്തിൻ്റെ വക്കടിക്കാറായി. ഇങ്ങനെ ഒരു റിപ്പയർ ചെയ്ത് കൊടുക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഈ ബോബിനകത്ത് നൂല് ചുറ്റണ എങ്ങനെയാണെന്ന് കാണിച്ച് തന്നില്ലായിരുന്നു. ആർക്കെങ്കിലും അതറിയാതെ കൈകൊണ്ട് ചുറ്റുവങ്ങാനും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഈ ബോബിൻ്റെ അകത്ത് ആദ്യം നമ്മൾ കൈകൊണ്ട് കുറച്ച് ഭാഗം ഇങ്ങനെ ചുറ്റുക. എന്നിട്ട് ഈ സ്പൂൾ പിന്നിലിരിക്കണ ഈ നൂല് ഈ വൈൻഡറിലേക്ക്, അതായത് ഈ വീലിൻ്റെ വലതുവശത്തിരിക്കുന്ന ഈ വീലിൻ്റെ സൈഡിലൊരു വൈൻഡറുണ്ട്. ആ വൈൻഡറിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് നമ്മൾ ഇത് കറക്കുമ്പോൾ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ നീക്കി പിടിക്കുകയാണെങ്കിൽ ഇത് നല്ലോണം ഈ ഇതിനകത്തേക്ക് നൂല് ചുറ്റിപ്പോയി. കണ്ടോ? അതിങ്ങനെ സ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കൊടുക്കണം. നീക്കി കൊടുക്കുമ്പോൾ അത് നല്ല ലെവലായിട്ട് വരുകയും ചെയ്യണം. ആ ലെവലില്ലെങ്കിൽ നമുക്ക് തയ്ക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് കിട്ടും. കണ്ടോ? ഇങ്ങനെ നമ്മൾ ഇതിനകത്തേക്ക് നൂല് ചുറ്റണം. കണ്ടോ? നല്ല ലെവലിൽ വരുന്നേക്കണം. കണ്ടോ? ഇതുപോലെ നൂല്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചുവല്ലോ. അപ്പോൾ നമ്മളൊരു മുണ്ടിൻ്റെ വക്ക അടിക്കാൻ പഠിച്ചു. പിന്നെ ഒരു സ്കേർട്ടിൻ്റെ വണ്ണം കുറച്ച് ഇറക്കവും കുറച്ച് പടി വയ്ക്കാനും നമ്മൾ പഠിച്ചു. അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഇനി നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.